ഹായ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എൻ്റെ ഹോം ഗാർഡനിലുള്ള ചില ഫ്രൂട്ട്സിനെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് സ്ട്രോബെറി പേര. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കും. ഇതിനൊരു പേരയ്ക്കുമായിട്ട് രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇതിന് വലിപ്പം ഭയങ്കര കുറവാണ്. പച്ചയായിരിക്കുമ്പോൾ പുളിയാണ്. നന്നായി പഴുത്താൽ മാത്രമേ മധുരം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റാണ്. പൂക്കൾ കുലകുത്തി ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ക്ലസ്റ്ററായിട്ടാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ തൈകൾ നഴ്സറിയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഒരു വർഷത്തിൽ പല തവണ ഇത് കഴിക്കും. അടുത്തതാണ് മൾബറി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബെറിയാണ്. ഇത് നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാനും ജാം ഉണ്ടാക്കാനും ഒക്കെ പറ്റും. വൈറ്റമിൻസും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബെറിയാണിത്. ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയിൻസ് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവും നല്ല വയലറ്റ് ആവും. ഞങ്ങൾ ഇത്തവണ ഇത് കുറേ കിട്ടിയതുകൊണ്ട് കുറച്ച് ജാം ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചു. ജാമിന് ഒരു ബ്ലൂബെറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. ഇതാണ് തായ്ലൻഡ് പേര. ഈയിടെയായിട്ട് സൂപ്പർ മാർക്കറ്റിലും ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ നല്ല കവറിലൊക്കെ പൊതിഞ്ഞ് വരുന്ന ആ ഒരു ഐറ്റം ഇതാണ്. പക്ഷെ അതിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ കിലോയ്ക്ക് 100-ന് മുകളിലാണ് വില. പക്ഷേ ഇതിൻ്റെ ഒരു തൈ നമ്മൾ വാങ്ങി വെച്ചാൽ ഒരു വർഷത്തിനകത്ത് തന്നെ അത് കായ്ച്ചു തുടങ്ങും. മാത്രമല്ല ഇതിൽ നിറയെ കായ് പിടിക്കും, നിറച്ചും ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നല്ലൊരു പിങ്ക് കളറാണ്. നിറയെ ഫ്ലഷ് ഉണ്ട്. ഇതിന് കുരുവിന് ഹാർഡ്നെസ്സും കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ നാടൻ പേരയ്ക്കില്ലേ, അതിന് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. 2018 വെള്ളപ്പൊക്കത്തിൽ വീട്ടിലെ ആട്ടിൻകൂട് നശിച്ചുപോയി. പിന്നെ നമ്മൾ ആടിനെ വിറ്റു. ആടിനെ പിന്നെ വളർത്തിയില്ല. പക്ഷേ ആ കൂടിന് വേണ്ടി നിർമ്മിച്ച പില്ലേഴ്സ് അവിടെ ബാക്കിയായി. അത് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് അച്ഛൻ അവിടെ ഒരു നെറ്റ് പടർത്തിയിട്ട് അതിന് മുകളിൽ മുന്തിരിവള്ളി പടർത്താം എന്നാലോചിച്ചത്. 2 മുന്തിരിവള്ളിയാണ് നട്ടത്. ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും. കാര്യമായിട്ടുള്ള പ്രൂണിങ്ങോ വളപ്രയോഗമോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വെച്ച് 6 മാസത്തിനകം തന്നെ ആദ്യത്തെ പൂ വിരിഞ്ഞു. അതിനുശേഷം ഇതിലിടയ്ക്കിടയ്ക്ക് കായ് പിടിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാന ഉപഭോക്താവ് എൻ്റെ മകൻ തന്നെയാണ്. അവന് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാറില്ല. അവൻ വാശി പിടിച്ചാലും നമ്മളത് വാങ്ങിക്കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ മുന്തിരി ഉണ്ടായതിനു ശേഷം അവന് ആവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട്. ഇതാണ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റീൻ. വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് നോവലൊക്കെ എഴുതിയിരുന്നത് ഈ ഒരു മരത്തിൻ്റെ തീരെ ഇരുന്നിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു മരത്തിന് താഴെ എപ്പോഴും നല്ല തണലായിരിക്കും. ഇലകൾക്ക് നല്ല വലുപ്പമാണ്. ഇടതൂന്നുണ്ടാകുന്ന ഒരു മരമാണ്. ഇളംപച്ച നിറമുള്ള കായ്കൾ നന്നായി പഴുത്ത് കഴിയുമ്പോൾ വയലറ്റ് നിറമായിട്ട് മാറും. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു വീഴും. നമ്മുടെ നാട്ടിൽ കാണുന്ന കുടംപുളിയായിട്ട് ഇതിന് രൂപസാദൃശ്യമുണ്ട്. കുടംപുളിയുടെ ഉള്ളിലത്തെ ഫ്ലഷ് പോലെയാണ് ഇതിൻ്റെ ഫ്ലഷും. പക്ഷെ കുടംപുളി നല്ല പുളിയായിരിക്കും. പക്ഷെ ഇത് നല്ല മധുരമായിരിക്കും, പുളി ഉണ്ടാവില്ല. ഇതാണ് ബുഷ് ഓറഞ്ച്. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഓറഞ്ച് പോലെ ഇരിക്കും. പക്ഷേ എത്ര പഴുത്താലും നല്ല പുളിയാണ്. വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്ന പോലെ കഴിക്കാം. ഇത് യെല്ലോ റംബൂട്ടാൻ. എല്ലാ തവണയും കഴിക്കാറുണ്ട്. ഇത്തവണ എന്തോ കായ്ച്ചില്ല. ഇതാണ് സപ്പോട്ട. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര മധുരം വേറൊരു ഫ്രൂട്ടിനും കിട്ടില്ല. ഇത് നന്നായി പഴുക്കും മുമ്പേ വല്ല അണ്ണാനോ കിളിയോ ഒക്കെ ഇത് കൊത്തിയിടും. അപ്പോൾ അതിനു മുമ്പേ അത് പൊട്ടിച്ച് അരിയിൽ വെച്ച് പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇത് ഷേക്ക് അടിക്കാനും ഐസ്ക്രീം ഉണ്ടാക്കാനും ഒക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വാഴത്തോപ്പുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം അവിടെ നിന്ന് കിട്ടും. പിന്നെ ഏതൊരു മലയാളികളുടെ വീട്ടിലുള്ള പോലെ മൂവാണ്ടൻ മാങ്ങയും പപ്പക്കായും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. വേറെയും ചില ഫ്രൂട്ട്സ് ചെടികളുണ്ട്. പക്ഷെ ഇത് കായ്ക്കുന്ന ഒരു കാലമായിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. താങ്ക് യു.